നമ്മുടെ LDF സർക്കാർ എന്തൊക്കെയാണോ ആരൊക്കെയാണോ ഒന്നും ആകരുത് എന്ന് ആഗ്രഹിച്ചിരുന്ന 10 വർഷമുണ്ടായിരുന്നു. ആ 10 വർഷത്തിന് ശേഷം ഇപ്പോൾ അവരാരുടെയൊക്കെ വഴിമുടക്കിയോ ജീവിതം വഴിമുട്ടിച്ചോ അവരൊക്കെ വലിയ ഒരു ഭീഷണിയായി ഇതാ LDF അത് സ്വാഭാവികമാണ്. കാരണം ഈ LDF പ്രത്യേകിച്ച് പിണറായി വിജയൻ കുടുംബമൊക്കെ കടുത്ത ദൈവവിശ്വാസികൾ അന്ധവിശ്വാസികളൊക്കെയാണ്. അവർക്കതറിയാം. അവർ ചിന്തിക്കും, നമ്മൾ പണ്ട് ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണല്ലോ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ പി വിജയൻ ക്രമസമാധാന ചുമതല ADGP ആയെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഷൗക്കത്ത് അലി. ടി പി ഷൗക്കത്ത് അലി അവിടെ കോഴിക്കോട് പോലീസ് കമ്മീഷണറായി നിയമിതനായിരിക്കും. കോഴിക്കോട് കമ്മീഷണറായിട്ട് വന്നിരിക്കുന്നത്. അതും വളരെ ഒരു അസാധാരണമായ ഒരു നിയമനമാണത്. കാരണം DCP ചുമതലയിൽ വരുന്ന സാധാരണ IPS എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ്. നമുക്കറിയാം ഷൗക്കത്ത് അലി കേരള പോലീസിൽ ഒരു SI ആയിട്ട് പ്രവേശിച്ച ആളാണ്. 1995 ഫസ്റ്റ് റാങ്ക് ഒന്നാം റാങ്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ ബാച്ചുകാരായിട്ടുള്ളവരൊക്കെ ആ ബാച്ചുകാരിൽ വേറെ കുറച്ച് പേർ കൂടെ IPS കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഉദ്യോഗസ്ഥരുണ്ട്, നമ്മുടെയൊക്കെ മൂത്ത സഹോദരന്മാരായിട്ടുള്ള ആൾക്കാർ, അവരൊക്കെ ഇദ്ദേഹത്തിന്റെ ബാച്ചിൽപ്പെട്ട ആളാണ്. അപ്പം ഷൗക്കത്ത് അലി എല്ലാ കാര്യത്തിലും നമ്പർ 1 ആയിരുന്നു. കേസ് അന്വേഷിക്കുന്ന കാര്യത്തിൽ, കേസുകൾ കണ്ടെത്തുന്ന കാര്യത്തിൽ, അതുപോലെ ഒരു കേസുണ്ടായാൽ ഉടനടി പ്രവർത്തിക്കുന്ന കാര്യത്തിൽ, ഏത് വമ്പനെയും അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ അങ്ങനെയൊക്കെ വളരെ, കാരണം ജെന്യുവിനായിരുന്നു, കൈകൾ ശുദ്ധമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് കൃത്യമായ നീതി നിർവഹണം നടത്തി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേരള പോലീസിൽ നമ്മളെല്ലാവരും പറയുന്ന ഒരു പേരാണ്, പണ്ട് ഋഷിരാജ് സിംഗിന്റെ പേര് പറയുന്ന പോലെ തന്നെ പറയുന്ന ഒരു പേരാണ് TP ഷൗക്കത്ത് അലി എന്നുള്ളത്. നമുക്കറിയാം TP വധക്കേസിലെ പ്രതികളെ, ആ അതിഭീകരന്മാരായ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ മുടക്കോഴി മല എന്ന് പറയുന്ന CPM-ന്റെ അവരുടെ ആവാസ കേന്ദ്രത്തിൽ പോയി ചെന്ന് പിടിച്ചുകൊണ്ടുവന്ന ആളാണ്. കൊടിസുനിയെയും കിർമാനിയും മനോജിനെയും എല്ലാത്തിനെയും അണ്ണൻ സൈത്തോ അങ്ങനെ കുറെ എണ്ണം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇവരെ എല്ലാവരും കൂടി പിടിച്ചു. അങ്ങനെ അതുപോലെ തന്നെ പി മോഹനൻ CPM ജില്ലാ സെക്രട്ടറി മറ്റായിരുന്നു, PK കുഞ്ഞനന്ദനെ എല്ലാം അറസ്റ്റ് ചെയ്തു. ഇവരെ എല്ലാം അറസ്റ്റ് ചെയ്ത അന്ന് ഷൗക്കത്ത് അലി DYSP ആണ്. അന്ന് ശരിക്കും തിരുവഞ്ചൂരിന്റെ വിശ്വസ്തരായ ഒരു ബ്രിഗേഡ് ഉണ്ടായിരുന്നു, ഒരു DYSP-മാരുടെ ഒരു സംഘം ഉണ്ടായിരുന്നു. ആ ഒരു സംഘം ആണ് അന്ന് UDF-ന്റെ ഭരണകാലത്ത് നന്നായിട്ട് മാന്യമായിട്ട് കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു. അതിൽ പിന്നീട് ഒരാൾ ആത്മഹത്യ ചെയ്തു, ട്രെയിനിന് മുന്നിൽ ചാടി. അതിലൊരു DYSP ആത്മഹത്യ ചെയ്തു. അതായത് കുടുംബ പ്രശ്നങ്ങളോ എന്തോ ആയിരുന്നു. അങ്ങനെ ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു DYSP അദ്ദേഹം ആത്മഹത്യ. അപ്പം ഇതിനകത്ത് ഈ മുടക്കോഴി മലയിൽ നിന്നും ഈ TP വധക്കേസ് പ്രതികളെ പിടിച്ചതുകൊണ്ട് മാത്രമല്ല ഈ ഷൗക്കത്ത് അലി ഇവരുടെ കണ്ണിലെ കരടായത്. ഷൗക്കത്ത് അലി എക്കാലത്തും നല്ല ഉദ്യോഗസ്ഥനാണ്. അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ലല്ലോ. ഇല്ല, ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മാഫിയ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഉദ്യോഗസ്ഥന്മാരെ അവർക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇവർ പറഞ്ഞാലൊന്നും കേൾക്കുന്ന ഒരാളാണ്. പിന്നെ ഇവരുടെ ഏക ലക്ഷ്യം ഷൗക്കത്ത് അലിയുടെ IPS തടയാനായിരുന്നു. അത് തടയാൻ ഇവർ ശ്രമിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം NIA-യിലേക്ക് പോയിട്ട് ഈ മറ്റേ ആയുധ പരിശീലനം നടന്നല്ലോ, ഒരുപാട് ആ ആയുധ പരിശീലനം, കനകമലയിലെ ആയുധ പരിശീലനം, അതുപോലെ പാരീസിന്റെ തീവ്രവാദി ആക്രമണം, അതിൽ NIA-യുടെ സംഘം, ഇന്ത്യയിൽ നിന്ന് പോയ NIA സംഘത്തിൽ അദ്ദേഹം അംഗമായിരുന്നു. ഇതുപോലെ പ്രമാദമായ നിരവധി തീവ്രവാദ വിരുദ്ധ സ്ക്വാഡുകളുടെ പ്രവർത്തനങ്ങളിലും അംഗമായിരുന്ന ആളായിരുന്നു. അത് അവസാനം അദ്ദേഹത്തിന് IPS കൊടുക്കുകയാണ് ചെയ്തത്. ഒരു മുടക്കാൻ ഒരു പഠിച്ചവണി പാനിട്ടെന്ന് പറഞ്ഞു. അതാണ് അവിടെയാണ് നമ്മളത് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാം ബാച്ച് ഉദ്യോഗസ്ഥൻ, പിന്നെ 95-ലെ ഒന്നാം റാങ്കുകാരൻ ഉദ്യോഗസ്ഥൻ. ഈ ഉദ്യോഗസ്ഥൻ IPS കിട്ടാതിരിക്കണമെങ്കിൽ അയാളുടെ ഇൻ്റഗ്രേഷൻ വളരെ മോശമായിരിക്കും. അപ്പോൾ ഈ ഇൻ്റഗ്രിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെങ്കിൽ മാത്രമേ UPSC ഈ പ്രൊമോഷന് ലഭിക്കുകയുള്ളൂ, ഈ IPS ഡയറക്റ്റ് കൺഫർ ചെയ്ത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിന് 2018-ലാണോ 19-ലാണോ ആ കോവിഡിൻ്റെ സമയത്ത് ഈ DPC ചേരുന്നില്ലായിരുന്നു UPSC-യുടെ. അപ്പോൾ 2 വർഷത്തെ ഒന്നിച്ചാണ് ഈ DPC കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് സർക്കാർ കൊടുക്കുന്ന ലിസ്റ്റുകൾ മുഴുവൻ അവർക്ക് വേണ്ടപ്പെട്ട കളങ്കിതരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ്. കാരണം മിക്ക ആൾക്കാരും അത് കളങ്കിതരാണ്. ഇവർക്കെതിരെ പലതരത്തിലുള്ള റിപ്പോർട്ടുകളും വന്ന് ഇവർക്ക് ഇൻ്റഗ്രിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലുള്ള ആൾക്കാർ. എന്നാൽ അതിന് അപവാദമായിരുന്നു ഗുഡ് സർവീസ് എൻട്രി ഉള്ള മനുഷ്യന് ഇത് കൊടുക്കാൻ. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇവർക്ക് ഇൻ്റഗ്രിറ്റിയിൽ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. പിന്നെ ഇവർ കളിച്ച കളി. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഈ മറ്റുള്ള ഉദ്യോഗസ്ഥരുടെയും ഈ IPS പ്രൊമോഷൻ പട്ടിക താമസിച്ചു. ഇദ്ദേഹം മാത്രമല്ല, വേറെ ഒരുപാട് പേര് ഇതിനകത്ത് സർക്കാരിന്റെ വിശ്വസ്തന്മാരായിരുന്നു. അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ അറിയാം, ലിസ്റ്റ് നോക്കുമ്പോൾ അറിയാം,
സർവീസിലിരിക്കുമ്പോൾ വധശ്രമ കേസ് വരെ പ്രതിയായവർക്ക് IPS കിട്ടിയ കക്ഷികളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അതിനകത്ത് ഈ ഷൗക്കത്ത് അലി എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, ഷൗക്കത്ത് അലിയുടെ ഈ ഇൻറ്റഗ്രിറ്റി സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ അദ്ദേഹത്തിൻ്റെ സർവീസ് ബുക്കുകൾ, അദ്ദേഹത്തിന് ഈ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട രേഖകൾ ഒറിജിനൽ വേണം. ആഭ്യന്തര സെക്രട്ടറി, ചീഫ് സെക്രട്ടറി വരെ ഒപ്പിട്ട് ഇത് UPSCയുടെ ഇതിലേക്ക് അയക്കാൻ വേണ്ടി, പ്രൊമോഷൻ കമ്മിറ്റിക്ക് അയക്കാൻ വേണ്ടി. ഇവരെന്ത് ചെയ്യുന്നറിയോ, ഇവിടെ നിന്ന് ഇതിൻ്റെയൊക്കെ വിടുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും 2 പ്രധാനപ്പെട്ട പേപ്പറിൻ്റെ ഫോട്ടോ കോപ്പി വിട്ടു കൊടുക്കും. ഒറിജിനൽ കൊടുക്കത്തില്ല. അവിടെ ചെന്ന് കഴിഞ്ഞ് ഈ DPC കൂടെ ഇവർ പരിശോധിക്കുന്ന സമയത്ത് ഇവരിത് ഒറിജിനൽ ഇങ്ങനെ ഒരു 3-4 തവണ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് നമ്മളെ വിളിച്ചിട്ടൊരു ഇദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ ഒരു DYSP പറയുന്നത്, എന്ത് ചെയ്യാൻ ഇദ്ദേഹത്തെ ഇങ്ങനെ ദ്രോഹിക്കുക. അങ്ങനെയാണ് നമ്മളൊരു സ്റ്റോറി അടിക്കുന്നത്. ഈ IPS ഷൗക്കത്ത് അലിക്ക് IPS കൺഫർ ചെയ്യുന്നത് തടയാൻ വേണ്ടി നീക്കം നടത്തും. അങ്ങനെ ആ ഒരു സ്റ്റോറി വന്നതോടെ പിന്നെ ഇനി രക്ഷയൊന്നും ഇല്ലാതായി. അവരങ്ങനെ അത് റിലീസ് ചെയ്യുന്നു. അദ്ദേഹത്തെ വന്നതിന് ശേഷം ഇവർ ക്രൈം ബ്രാഞ്ച് അവിടെ ഇവിടെ അപ്രധാന തസ്തിക, അപ്പം IPS കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിച്ച് കേരളത്തിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു. തിരിച്ചു വന്നിട്ട് ഇവരിൽ വീണ്ടും അദ്ദേഹം ഈ IPS ആണെങ്കിലും നമുക്ക് മാറാമല്ലോ, അപ്പം അദ്ദേഹം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ എവിടെയെങ്കിലുമൊക്കെ പോകാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഭരണം മാറുന്നത്. ഭരണം മാറിയതിന് ശേഷം അപ്പോൾ എന്ത് സംഭവിക്കുന്നു, അപ്പോഴാണ് ഈ രക്ഷാപ്രവർത്തനം സംബന്ധിച്ച കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ആയിരുന്നു അദ്ദേഹം. അപ്പം അവിടെ ഇപ്പം ഈ 2-3 ജില്ലകൾക്ക് ഒന്നിച്ചാണ് ഈ ക്രൈംബ്രാഞ്ചിന് SP-മാരെ കൊടുക്കുന്നത്. കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, അല്ല കൊല്ലം പത്തനംതിട്ടയ്ക്ക് ഒരു SP, എനിക്ക് ആലപ്പുഴയ്ക്ക് ഒരു SP, അതുപോലെ ഇടുക്കിക്കും കോട്ടയത്തിനും കൂടെ SP, അങ്ങനെ 2-3 ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഉള്ളപ്പോഴാണ് ഈ രക്ഷാപ്രവർത്തന കേസ് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ കേസിനകത്ത് പ്രത്യേകിച്ച് അന്വേഷണത്തിനൊന്നും ആവശ്യമില്ല. കാരണം നേരത്തെ തന്നെ ലോക്കൽ പോലീസ് അന്വേഷിച്ച് ഇതിനകത്തെ കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണെന്നും ഏതൊക്കെയാണെന്നും എല്ലാം കണ്ടെത്തി വെച്ചിരുന്നതാണ്. അത് ജസ്റ്റ് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ കീഴിലേക്കാക്കി മാറ്റുക എന്നുള്ളൊരു ചുമതല മാത്രമാണ് അതിനകത്തുണ്ടായിരുന്നത്. അല്ലാതെ കൂടുതൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും അതിനകത്ത് ചേർക്കാനില്ല. പക്ഷേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഒരു സർക്കാർ വക്കീൽ, ഇടതുപക്ഷം നിയോഗിച്ച സർക്കാർ വക്കീലിൻ്റെ ഒത്തുകളിയോടുകൂടി അത് അട്ടിമറിക്കപ്പെട്ടു. അവർക്ക് അവിടെ ജാമ്യം ലഭിക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ടായി. എന്നാലും ഇനി സമയമുണ്ടല്ലോ, മറ്റു കോടതിക്ക് മുന്നിൽ പോകാമല്ലോ, ഓരോ മാർഗങ്ങളിലേക്ക് നോക്കാം. സർക്കാർ ഏതായാലും അടിയന്തരമായിട്ട് എനിക്ക് തോന്നുന്നത് ജില്ലകളിൽ ഇപ്പം പ്ലീഡർമാരെ നിയമിക്കാനുള്ള നടപടികൾ ഊർജിതപ്പെടുത്തി. അല്ല, പ്ലീഡർമാരെ ഹൈക്കോടതിയിലൊക്കെ നിയമിച്ചിട്ട് ഇന്ന് വലിയ വിവാദമായിട്ടുമുണ്ട്. അതെ. അപ്പോൾ എന്താണെങ്കിലും ശരി, ഇപ്പോൾ ഈ ഷൗക്കത്ത് അലിയെ കോഴിക്കോട് DCP ആക്കിയിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ച് നിയോഗങ്ങളോ അല്ലെ കുറേ ലക്ഷ്യങ്ങൾ സർക്കാരിനുണ്ട്. അപ്പോൾ വളരെ പല ഭാഗത്തുനിന്നും മുറുമുറുപ്പ് ഉയരുന്നുണ്ട് ഇദ്ദേഹത്തെ അവിടെ DCP ആക്കി. പണ്ടൊക്കെ കണ്ണൂരിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ നമുക്കറിയാം, അത് LDF UDF തമ്മിൽ പരസ്പര ധാരണയെത്തുകയും അവർ കൊടുക്കുന്ന പ്രതികളെ അതെല്ലാവരും അങ്ങനെ തന്നെ അവരെ കുറച്ച് പ്രതികളെ സംഘടിപ്പിച്ച് കൊടുത്ത് ഇതുവരാണ് പ്രതികളെന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് വലിയതുപോലെ മാറ്റം വന്നതാണ് ഈ TP കേസിൽ. ഒറിജിനൽ കൊണ്ടുള്ളതിന് മാത്രമല്ല, പണ്ടത്തെ പോലെ ഇനി പാർട്ടിക്കാരെ പറഞ്ഞിട്ട് വല്ലവരും കൊല്ലാൻ പറഞ്ഞാൽ തൻ്റെ മക്കളെ പറഞ്ഞയക്കാൻ പറയുന്ന ഒരു സമൂഹം അവിടെ വളർന്നു വരുന്നുണ്ട്. നേതാക്കന്മാരെ മക്കളെ പറഞ്ഞേക്കില്ലല്ലോ, ഞങ്ങളെ മക്കളെ പറഞ്ഞേച്ച് അങ്ങനെ കൊലപാതകം നടത്തണ്ടെന്ന് പറയുന്ന ഒരു സമൂഹം അവിടെ ഉയർന്നു വന്നതുകൊണ്ട് ഇവർക്ക് കൂലിത്തല്ലുകാരെ വിളിച്ച് കൊല്ലാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കൈയും കാലും വെട്ടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവിടെ അതിൻ്റെ ഒരു വലിയ മാറ്റം സംഭവിച്ചത് ഷൗക്കത്തിൽ അന്നത്തെ ഇടപെടലാണ്. ഇവന്മാരെല്ലാത്തിനും പിടിച്ചോണ്ടപ്പോൾ മനസ്സിലായത് ഇവർ പാർട്ടിക്കാരല്ല, ഇവർ പലരും ഗുണ്ടകളാണെന്നുള്ളതായിരിക്കും. അതെ, പാർട്ടി പാർട്ടിക്കാർ കാശും ചെലവും കൊടുത്ത് നിയോഗിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ ജയിലിൽ അവർക്ക് സുഖവാസമാണല്ലോ. ആ സുഖവാസം ഇപ്പോൾ ഉടനെ മാറുമെന്ന് തോന്നുന്നു. ജയിൽ DGPയെ മാറ്റിയിട്ടുണ്ട്, പിന്നെ IPS ശ്രീത്താണ്. അപ്പോൾ അങ്ങനെ എന്താണെങ്കിലും ശരി, ഇപ്പം ഷൗക്കത്ത് അലി കോഴിക്കോട് DCP ആകുന്നതോടെ അവിടുത്തെ CPM കേന്ദ്രങ്ങളുടെ നെഞ്ചിടിക്കുന്നുണ്ട്. ലഹരി മരുന്ന് വിപണനം, ഗുണ്ടായിസം, മൊത്തം അമർച്ച ചെയ്യുമെന്നുള്ളത് 100% ഉറപ്പായി കഴിഞ്ഞു. കോഴിക്കോട് സിറ്റി അദ്ദേഹം ക്ലീനാക്കും. ശുദ്ധീകരിച്ചതിന് ശേഷം അദ്ദേഹത്തെ അടുത്ത ശുദ്ധീകരണത്തിന് നിയോഗിക്കും. കാരണം ഇതുപോലെയുള്ള നല്ല ഉദ്യോഗസ്ഥർ തീർത്തു കുറവാണ് ഇപ്പോൾ കേരള പോലീസിൽ. അതായത് ഇത്ര ചങ്കൂറ്റത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു. ഡയറക്റ്റ് IPS അല്ലാഞ്ഞിട്ട് പോലും അദ്ദേഹത്തെ കോഴിക്കോട് DCP ആക്കിയതിനെക്കുറിച്ച് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ ഒരാൾക്കും ആ കാര്യത്തിൽ എതിരഭിപ്രായമില്ല, അതാ സാധാരണ ജനങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ TP ഷൗക്കത്ത് അലിയെ, ആകെ ഒരു ഷൗക്കത്ത് അലിയുണ്ട്, എവിടെയൊക്കെ നമ്മൾ നിയോഗിക്കും എന്നുള്ളത്. അതാണ് പണ്ടൊക്കെ ഇങ്ങനെയാണെന്ന് പറയാം. പ്രഗത്ഭരായ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഇരിക്കപ്പെടുകയാണല്ലോ. അവരെല്ലായിടത്തേക്കും എന്ത് സംഭവം ഉണ്ടായാലും വിശ്വസിച്ച് പറഞ്ഞേക്കാൻ പറ്റുന്ന ഉദ്യോഗസ്ഥന്മാർ വേണമല്ലോ. അതെ. അപ്പോൾ ഏതായാലും ഷൗക്കത്ത് അലി കോഴിക്കോട് കമ്മീഷണറായിട്ട് വരുന്നുണ്ട്. അത് വളരെ നല്ല രീതിയിൽ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.